വർഷത്തെ പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ആശയം പ്ലാസ്റ്റിക് മലിനീകരണം തടയുക അഥവാ ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ. ഈ വിഷയത്തെ ആസ്പദമാക്കി ഞങ്ങൾ ഒരു ലുക്കറ്റ് നാടകം അവതരിപ്പിക്കും. ഒരു തൈ നടാം കൊച്ചു മക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. ഇന്ന് മനുഷ്യൻ തന്റെ സുഖത്തിനായി പ്രകൃതി അല്ലെങ്കിൽ നമ്മുടെ അമ്മയാകുന്ന പ്രകൃതിയെ നശിപ്പിക്കുന്നു. നദികൾ മലിനമാകുന്നു, മണ്ണ് വിഷമാകുന്നു. എല്ലാം നമ്മൾ തന്നെ അജാഗ്രതയുടെ ഫലം. എന്നാൽ ഇതിനെല്ലാം പിന്നിൽ ഒരൊറ്റ കാരണം, ഒരൊറ്റ പദം: പ്ലാസ്റ്റിക്. അതെ അതെ, ഇന്ന് നമ്മുടെ സമൂഹത്തിൽ പ്ലാസ്റ്റിക് എന്ന വാക്കിന്റെയും അതുപോലെ തന്നെ ആ ഉത്പന്നത്തിന്റെയും ഉപയോഗം കൂടിക്കൂടി വരുന്നു. അതിനാൽ തന്നെ പ്ലാസ്റ്റിക് കൂടുകയും എന്നാൽ അതിനുവേണ്ടി ഒന്നും ചെയ്യാത്ത നമ്മുടെ സമൂഹത്തിലെ ചില മനുഷ്യർക്ക് വേണ്ടി അവതരിപ്പിക്കുന്നു ജീവിക്കാം നമുക്ക് പ്രകൃതിയെ തോൽപ്പിക്കാൻ. പ്ലാസ്റ്റിക് ഭൂതം, നിങ്ങൾ കുപ്പിയിലും കവറിലും എന്തിനേറെ എന്നെ അരികിൽ വരെ ചേർത്തിരിക്കുന്നു. കണ്ടാൽ ഞാനൊരു സാധുവായ ഉപകാരി കൊണ്ട് മനുഷ്യവംശം നശിപ്പിക്കുവാൻ വേണ്ടി ആരും കടന്ന് പ്ലാസ്റ്റിക് എന്ന മഹാവിപത്തിനെ ഒഴിവാക്കരുത്. അല്ലെങ്കിൽ ഈ ഭൂമി ഒരു പുൽക്കൊടികളും ഇനി ഉണ്ടാവില്ല. നിങ്ങൾ കണ്ടില്ലേ അവസ്ഥ? ജീവന്റെ ഉത്ഭവത്തിന് ആധാരമാണ് ജലം. ഒരു ഭംഗിയെ ഒഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു. നദികളും തോടുകളും എല്ലാം ഭൂമി നേടി തന്ന നന്മകളാണ്. എന്നാൽ നിങ്ങളുടെ അവസ്ഥ കണ്ടോ? ഞാൻ ആവശ്യമാണ്. നിങ്ങൾ ഓരോരുത്തരും വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് മാലിന്യം ഇന്ന് മാലിൽ ചേരുന്നത് നിങ്ങൾ കാണുന്നില്ലേ? അവ രോഗാണുക്കൾക്ക് വിരുന്നൊരുക്കുകയാണ്. ഒരു പ്രദേശത്ത് ജനങ്ങൾ മുഴുവൻ ക്യാൻസർ എന്ന മഹാരോഗത്തിന്റെ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയിലേക്കാണ് ഇന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. എവിടെ നിന്ന് തുടങ്ങാം പ്ലാസ്റ്റിക് വർജനം? എന്നിൽ നിന്ന്, നിന്നിൽ നിന്ന്, നമ്മളിൽ നിന്ന്. ഇതു നിന്റെയും ചരമ ശുശ്രൂഷയ്ക്ക് ഹൃദയ